സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഉള്ളത് ഒരു വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ മക്ഡൊണാൾഡ്സ് 120 രാജ്യങ്ങളിലായിട്ട് ഏകദേശം ഒരു 70 ലക്ഷത്തോളം ജനങ്ങളെ ദിവസവും തീറ്റിപ്പോറ്റുന്നു. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലും ഒരു പക്ഷേ ഈ സാധനം നമ്മൾ കണ്ടിട്ടുണ്ടോ, മക്ഡൊണാൾഡ്സ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റോറാണ് സാൻ ബെർണാഡിനോ, കാലിഫോർണിയയിലെ സാൻ ബെർണാഡിനോയിലുള്ള ഈ ഈ സ്ഥലം. ഇതിന്ന് ഒരു മ്യൂസിയമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പിറകിലായിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങളെന്ന് കാണാൻ സാധിക്കും. അപ്പം ഒരു ഒരു മ്യൂസിയമായിട്ടാണ് മക്ഡൊണാൾഡ്സ് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് 1940 റിച്ചാർഡ് എന്ന് പറഞ്ഞ വ്യക്തിയും മൗറീസ് എന്ന് പറഞ്ഞ വ്യക്തിയും കൂടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അവിടെ നിന്നും അവർ ഇതിനെ വികസിപ്പിച്ച് ഒരു ലോകം മുഴുവനും പടർന്നു കിടക്കുന്ന ഒരു സാമ്രാജ്യമാക്കി മാറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെറും ഒരു ബണ്ണിനുള്ളിൽ ഇത്തിരി ഇറച്ചി വെച്ച് അല്ലെങ്കിൽ കോഴിയുടെ ചിക്കൻ വെച്ചിട്ട് കൊടുക്കുന്നതാണ് കച്ചവടം. പക്ഷെ അവരുണ്ടാക്കിയ പേര് എന്നാൽ രുചിയുണ്ടോ നമുക്കൊന്ന്, കുറച്ച് ആൾക്കാർ ഇതിന് അഡിക്റ്റ് ആയവരുണ്ട്. ഞാനെപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടും വേണ്ടപ്പെട്ടവരോടും പറയും, നിങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ എന്തൊക്കെ സമ്പാദിച്ചാലും എങ്ങനെയൊക്കെ സമ്പാദിച്ചാലും ഭക്ഷണം വീട്ടിലുണ്ടാക്കി കഴിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ജങ്കാണ് കഴിക്കാൻ പോകുന്നത്. ഒരു ഭക്ഷണം എന്ന് പറയുന്നത് മരുന്നാണെന്ന് നമ്മുടെ കാരണന്മാർ, ഫുഡ് ഈസ് മെഡിസിൻ എന്ന് നമ്മുടെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരുടെ മുമ്പിൽ നിന്ന് തന്നെ ഇവരെ വിമർശിക്കുകയാണ്, ഇവരുടെ തെറ്റുകൾ. പക്ഷേ ഇവർ കൊടുക്കുന്നത് വെറും ജങ്കാണ്, ജങ്ക് ഫുഡ്, പ്രോസസ്ഡ്, അൾട്രാ പ്രോസസ്ഡ് ജങ്ക് ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാനിവിടെ മക്ഡൊണാൾഡ്സിൽ കയറാൻ ഒരു കാപ്പി കുടിക്കാൻ മാത്രമേ കയറുക. കോഫി കുഴപ്പമില്ല, പ്രീമിയം ഗോർമേ കോഫി അവർ കൊടുക്കുന്നുണ്ട്, അത് നല്ല രുചിയുള്ള കോഫി ഉണ്ട്. അപ്പോൾ വല്ലപ്പോഴും ഒരു കാപ്പി കുടിക്കാൻ കയറുക എന്നല്ലാതെ മക്ഡൊണാൾഡ്സിൽ ഞാൻ കയറാറില്ല. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ജങ്ക് ഫുഡിൻ്റെയാണ്. എന്നാലും ഈ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു പ്രാന്താണ്. ഇത് വാങ്ങി കഴിക്കുക, ഈ സാധനം വാങ്ങി കഴിക്കുക എന്നുള്ളതൊരു പ്രാന്താണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ജങ്ക് ഫുഡ്, അതായത് തനി വേസ്റ്റ് ഫുഡ് കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ കട. 1940 ഇത് തുടങ്ങിയത്. അതിനുശേഷം ഇവർക്ക് ചിക്കാഗോയ്ക്ക് അടുത്ത് ഓക്ക് ബ്രൂക്കിലാണോ ഓക്ക് പാർക്കിലാണോ മറ്റോ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് പിന്നെ ഫ്രാഞ്ചൈസികൾ, $multi-million ബിസിനസ്സായി. കാര്യം ഭക്ഷണം എങ്ങനെയാണോ എന്നുള്ളതിലും $multi-million ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ വരെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും പല ഭാഗത്തും നമുക്ക് പോകുമ്പോൾ, കൊച്ചിയിലും തിരുവനന്തപുരത്തും എല്ലായിടത്തും ഉണ്ടല്ലോ ഈ മക്ഡൊണാൾഡ്സ്. പിള്ളേർക്ക് അതൊരു ക്രേസാണ്. അവർ അതിനോടൊപ്പം ഭക്ഷണത്തോടൊപ്പം ടോയ് കൊടുക്കുന്നു. പിന്നീട് 1955 കാലഘട്ടത്തിൽ ചിക്കാഗോയിലുള്ള ഡെസ്പ്ലെയിൻസ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഡെസ്പ്ലെയിൻസിൽ കുറേ മലയാളികൾ തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. അവിടെയാണ് വീണ്ടും അവർ ഫ്രാഞ്ചൈസി ഓപ്പറേഷനും കോർപ്പറേറ്റ് ഓപ്പറേഷൻസൊക്കെ തുടങ്ങിയത്. ഇല്ലിനോയിലെ ചിക്കാഗോയ്ക്ക് അടുത്താണ് ഇവർ തുടങ്ങിയത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മക്ഡൊണാൾഡ്സ് 1940 തുടങ്ങിയ ഏറ്റവും ആദ്യത്തെ മക്ഡൊണാൾഡ്സ് ആണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും ഇതിൻ്റെ ചുറ്റുപറ്റും, അത് സാൻ ബെർണാഡിനോയിൽ ഈ സ്ട്രീറ്റ്, ഞാനിവിടെ അടുത്താണ്, ഒരു മലനിരകളുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വിശ്വവിഖ്യാതമായ മക്ഡൊണാൾഡ്സിൻ്റെ ആ കോമാളി, ഇവരെല്ലാ കടകളുടെയും മുമ്പിൽ വെച്ചിരിക്കുന്ന കോമാളി. അപ്പോൾ ഇതുപോലെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അവരുടെ ചരിത്രം പറയുന്ന രീതിയിൽ ഒക്കെയാണ് ഇത് ഇവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് അവരുടെ പഴയ ചരിത്രം 40 തൊട്ട്, ഇവിടെ ഒരു ബാർബിക്യൂ റെസ്റ്റോറൻ്റായിട്ടാണ് ഇത് തുടങ്ങിയത് 1940. അത് കഴിഞ്ഞിട്ട് പിന്നെ 1946 മക്ഡൊണാൾഡ്സ് ബാർബിക്യൂ എന്നാക്കി. അവിടെ നിന്നും 1948 റീമോഡലിങ്ങിന് ക്ലോസ് ചെയ്ത് 1948 മുതൽ 54 വരെ ഇങ്ങനെ എന്തൊക്കെയാണ് അവർ ചെയ്ത്. 49 തൊട്ട് മെനു, ലഞ്ച് ടൈമും തൊട്ട് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മക്ഡൊണാൾഡ്സ്. അവരുടെ ഏറ്റവും ആദ്യത്തെ കടയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മലയാളം കേരളത്തിൽ പോലും ഇവർ വന്ന് നമ്മളെയൊക്കെ ഇവർ തീറ്റിപ്പിക്കുന്നുണ്ട്. 1961 ഓവർ 400 മില്യൺ സോൾഡ്. 1962 ഗ്രാൻഡ് ഓപ്പണിങ് 15th ആൻഡ് ഈ സ്ട്രീറ്റിൽ. പിന്നെ 15 സെൻറ്റാണെന്ന് ഹാംബർഗറിന്. കേട്ടോ,
15 സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഞാൻ പറയാം 4-5 രൂപ കണ്ടുള്ളൂ. 10 സെൻറ്റ് എന്ന് പറയുമ്പോൾ 8 രൂപ 10-12 രൂപയ്ക്കാണ് അന്ന് ഇത് കൊടുത്തിരുന്നത്. 1970 ക്ലാസിക് ബിൽഡിംഗ് അവരുടെ തനതായ രീതിയിലുള്ളത് 1970 തുടങ്ങിയത്. പിന്നെ അതാണ് ചരിത്രം. 70-ൽ നിന്ന് കത്തിപ്പടർന്ന് പിന്നെ ലോകം മുഴുവനും കത്തിപ്പടർന്ന ഒരു സ്ഥിതിയാണ്. 1.79 ആ ഒരു ബർഗർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ മക്ഡൊണാൾഡ്സ് മ്യൂസിയമാണ് നമ്മൾ കാണുന്നത്. മക്ഡൊണാൾഡ്സിൻ്റെ ടോയ്സ് അവർ കുട്ടികൾക്ക് ഭക്ഷണത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ ടോയ്സൊക്കെ കാണിച്ചിട്ടാണ് കുട്ടികളെ അവരുടെ കടയിലേക്ക് വരുത്തിക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇരുന്ന് കരയും, അയ്യോ എനിക്ക് മക്ഡൊണാൾഡ്സിൽ പോകണം, എന്തിനാ ഭക്ഷണമല്ല ഈ ടോയ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഒരു പ്രത്യേക മാർക്കറ്റിംഗ് അവരുടെ രീതി. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഭക്ഷണം വെക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അതായത് ഇവിടേക്ക് ഇവർ സ്പ്രെഡായ രാജ്യങ്ങൾ ഗ്രീസ്, ബൾഗേറിയ, ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, അങ്ങനെയുള്ള പല അവരുടെ സ്ഥലങ്ങൾ, അവർ സ്റ്റാർട്ട് ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. വീണ്ടും പറയുന്നു, ഭക്ഷണം വേവിച്ച് കഴിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതൊക്കെ ജങ്ക് ഫുഡാണ്. ഫ്രാൻസിൽ തുടങ്ങി, നെതർലൻഡ്സിൽ തുടങ്ങി. അപ്പം സ്വന്തമായിട്ട്